വീണ്ടും ഫക്രുദ്ദീൻ അലിയിലേക്കാണ്. അതായത് ഈ ആഭ്യന്തര വകുപ്പിലെ അസംതൃപ്തി MV ശ്രേയാംസ് കുമാർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് CPIയുടെ പ്രമുഖ നേതാവ് C ദിവാകരനാണ്. പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടായെന്ന് സമ്മതിച്ചത് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോയ സ്ഥാനാർത്ഥിയാണ്. ഘടകകക്ഷികൾ LDFൽ ചാഞ്ചാടി തുടങ്ങുന്നു. അല്ല, CPI എല്ലാ സമയത്തും ഈ പറഞ്ഞ വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും മൊയലിനൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. CPIന് എപ്പൊക്കെ കുത്താനും ചാൻസ് ഇട്ട് അവർ കുത്തുക. അത് ഞാൻ വലിയ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിൽ കുറച്ച് സബ്സ്റ്റാൻഷിയേറ്റീവായി ക്രിസ്ത്യൻ പോയിന്റ് എടുത്ത് വന്ന് സ്ഥിരമായ നിലപാടെടുത്ത് CK ചന്ദ്രപ്പ മാത്രമാണ്. ബാക്കി എല്ലാവരുടെ സ്ഥിതി ഏതാണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഈ ഇദ്ദേഹം ആണെങ്കിൽ ആശാനായിരുന്നെങ്കിൽ, അതായത് വെളിയം ആശാനായിരുന്നു, അദ്ദേഹം ഇടതുപക്ഷത്തെ ഐക്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു. ബാക്കിയൊന്നും ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അത് കാര്യം മാത്രമല്ല, CPIക്ക് ഒറ്റയ്ക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് പോലും കിട്ടിയല്ലേ കേരളത്തിൽ. അത് അവരൊരു ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ശ്രേയാംസ് എന്ന് വെച്ചാൽ ഈ ഒരു പരാജയത്തിന് ഒക്കെ നിലവിൽ ലോക്സഭ രാജ്യസഭാ സീറ്റ് കിട്ടില്ല, അവരുടെ ആളെ മന്ത്രിയാക്കില്ല, അതിന്റെയൊക്കെ ഒരു അസംതൃപ്തി ഓൾറെഡി ഉണ്ട്. അതൊരു LDFന് പൊതുവെ ഒരു ദുർഗതി വന്നപ്പോൾ അത് ചാടിച്ചെന്നുള്ളൂ. എനിക്ക് അത് അവർക്കും ഈ പറയുന്നതിനെ കുറച്ച് ഈ ഏറാമല അങ്ങനെയുള്ള വടകരയുടെ ചില സാധനം ബാലുശ്ശേരി ഇപ്പം കുറഞ്ഞു. ഏറാമല അങ്ങനെയുള്ള ചില അതേ സ്വാധീനം ഇപ്പോൾ ഉള്ളു. മുമ്പ് നല്ല സ്വാധീനമുണ്ട് അവർ മുന്നണിയിൽ പോകുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ CPI പോയി തിരിച്ചു വന്നതിന് അത്ര സ്വാധീനമില്ല. പിന്നെ എനിക്കിതിൽ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് മാണിയാണ്. ഇവർക്ക് കിട്ടാവുന്ന ഒരു പ്രൈസ് ക്യാച്ചാണ് മാണി. അങ്ങനെ എത്ര എളുപ്പം അവരെ കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ. അവര് പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണമായി. കഴിഞ്ഞ തവണത്തെ ഈ LDFന്റെ നിയമസഭാ വിജയത്തിന് എനിക്ക് വലിയൊരു ഫാക്ടറായി എനിക്ക് സെൻട്രൽ ട്രാവൻകൂറിൽ ഇവർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായ മാറ്റവും മലബാറിലുള്ള മലയോര മേഖല, ഇപ്പൊ എന്റെ നാട്ടിൽ തിരുവമ്പാടി പോലുള്ള മണ്ഡലങ്ങൾ അവർക്ക് നല്ല സ്വാധീനമാണ്. ബാലുശ്ശേരി തന്നെ ഇപ്പൊ കൂരാച്ചുണ്ട് അവർക്ക് വലിയ സ്വാധീനമാണ്. പേരാമ്പ്രയിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. കുറ്റ്യാടി വലിയ സ്വാധീനമുണ്ട്. അതായത് അവിടെയൊക്കെ UDFന് കിട്ടാവുന്ന 2-ാം 3-ാം സീറ്റുകളൊക്കെ തന്നെ കുറയ്ക്കാൻ ഇവർക്ക് പറ്റും. അത് മൊത്തം കേരള അടിസ്ഥാനത്തിൽ വരും. 8ഓളം സീറ്റുകൾ അങ്ങനെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും. അതിന് പുറമെയാണ് സെൻട്രൽ ട്രാവൻകൂറിലുള്ള സീറ്റുകൾ. അപ്പൊ അവർക്കൊരു അസംതൃപ്തി വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തവണത്തെ പോലെ ബൗൺസ് ബാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ ഈ പറഞ്ഞ വലിയ എടുത്തു പറയാവുന്ന കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ നമ്മൾ കാണുന്നില്ല. കോൺഗ്രസ് സംവിധാനവും ഇല്ല. എനിക്ക് അവിടെ അർത്ഥം പറ്റിയപ്പോ അങ്ങനെ, കാരണം ഒരു സംവിധാനവും ഇല്ലാത്ത, മാണി കൂടെ ഇല്ലാത്ത ലീഗ് സംസ്ഥാനത്തിന്റെ ഉള്ളിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ലീഗ് വീക്കം ചെയ്യുന്ന അവസ്ഥ, മുസ്ലിംസ് വലിയൊരു പങ്ക് പിണറായി വിജയനോട് താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത പൈസ. രാഘവേട്ടനൊന്നും കോഴിക്കോട് പോസ്റ്റർ അടിക്കാൻ പോലും കാശുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യം എല്ലാ സംവിധാനത്തോടും കൂടി മത്സരിക്കുന്ന LDF, മാണി കൂടെ ഉണ്ട്, മുസ്ലിംസിന്റെ ഒരു പ്രത്യേക സ്നേഹം പുതിയതായിട്ട് കിട്ടുന്നു. ഈ ഒരു സാഹചര്യത്തില് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാജയം? ഞാൻ ഒറ്റ ഭരണവിരുദ്ധ വികാരം പോലും ഞാൻ കരുതുന്നില്ല. അണികളും ലീഡർഷിപ്പും തമ്മിൽ ഗ്യാപ്പ് വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ കൃത്യമായൊരു പോയിന്റാണ്. അഡ്വക്കേറ്റ് സുരേഷ്, അതായത് ഈ ഇടതു ഘടകകക്ഷികളിലേക്ക് നോക്കൂ. CPIക്ക് എന്തൊരു ദുരവസ്ഥയാണ്. മത്സരിച്ച 4ഇടത്തും നല്ല സ്ഥാനാർത്ഥികളെന്ന് ഇടതിലുള്ള മറ്റുള്ളവർ തന്നെ വിലയിരുത്തിയിട്ടും അവർ പരാജയപ്പെടുന്നു. സാധ്യത കൽപ്പിച്ച ഇടങ്ങളുണ്ട്. കേരളത്തിൽ ഒറ്റ സീറ്റില്ല. രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്ന കടുംപിടുത്തത്തിലേക്ക് അവർ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ജോസ് കെ മാണി എന്തു ചെയ്യുമെന്ന ചോദ്യം പ്രസക്തമാകുന്നു. റോഷി അഗസ്റ്റിനാകട്ടെ, അവിടെ റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലത്തിൽ വലിയ ലീഡ് നേടുന്നു ഡീൻ കുര്യാക്കോസ്. അങ്ങനെ അപ്പാടെ ഘടകകക്ഷികൾക്കിടയിൽ ഒരടി തുടങ്ങുന്നതിൻ്റെ സൂചന അങ്ങനെ സജീവമായി നിൽപ്പുണ്ട് താനും. അപ്പാടെ പ്രതിരോധത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയും പ്രതിരോധത്തിലേക്കോ CPM? അല്ല, തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ കേരളത്തിൽ പരമ്പരാഗതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന പക്ഷങ്ങൾ ഇവിടെ നശിക്കാൻ പോവുകയാണ്. ഇത് തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ CPIയെക്കുറിച്ച് പറയുകയാണെങ്കിൽ CPMന് BJPയേക്കാൾ ശത്രുതയും BJPയേക്കാൾ നശിപ്പിക്കാൻ കൂടുതൽ താല്പര്യവും അവർ കാണിക്കുന്നത് CPIയെയാണ്. അത് കുടിപ്പകയാണ്. 1964 ചൈനീസ് പക്ഷപാതികളായിട്ടുള്ള CPMകാരും റഷ്യൻ പക്ഷപാതികളായിട്ടുള്ള CPIക്കാരും എന്ന നിലയിൽ ഇങ്ങനെ ചൈനീസ് ഏമാന്മാരുടെ ദാസ്യവൃത്തി ചെയ്യാൻ വേണ്ടി ജന്മം കൊണ്ടൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ ആ CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയ കാലഘട്ടം മുതൽ തന്നെ CPI അവരുടെ ഒരു മുഖ്യ ശത്രുവാണ്. ആ CPIയുമായിട്ട് മൽപ്പിടുത്തം നടത്തി, CPIയുമായിട്ട് പോരാട്ടം നടത്തിയാണ് CPM ആ CPIയേക്കാൾ ഇമ്പിടി വലിയ പാർട്ടിയായിട്ട് മാറിയത്. ആ CPMന് എങ്ങനെയും CPIയെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രതിജ്ഞയാണ്. അങ്ങനെ നശിപ്പിച്ച് അതിനൊരു പ്രാദേശിക പാർട്ടിയാക്കി. ഇപ്പോൾ അരിവാൾ ചുറ്റിക നെൽക്കതിര് എന്ന് പറയുന്നത് ആർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചിഹ്നമായിട്ട് മാറി.
അരിവാൾ ചുറ്റിക നക്ഷത്രവും അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ മാറുമെന്നുള്ള കാര്യത്തിലാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കൊരു ആശ്വാസം. അപ്പോൾ അരിവാൾ ചുറ്റിക നെൽക്കതിരിനെ CPIയെ ഒരു പ്രാദേശിക പാർട്ടിയാക്കി മാറ്റിയതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തത് ഈ CPMകാരാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ CPIക്ക് ദശാബ്ദങ്ങളായിട്ട് മത്സരിക്കുന്നു. CPI മത്സരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും CPMകാരൻ ഈ ആഘോഷങ്ങളിലും പുറത്ത് പ്രചരണങ്ങളിലും അല്ലാതെ അടിസ്ഥാനപരമായിട്ട് CPIയെ ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മളത് കണ്ടതാണ്. തിരുവനന്തപുരത്തെ മുഴുവൻ പാർട്ടി സംവിധാനവും അവരുടെ ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി ആറ്റിങ്ങലിലേക്ക് പോയി. ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ ഇൻചാർജ് ആയിരുന്ന BJPയുടെ ഭാരവാഹിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിൽ കഴിഞ്ഞ 3-4 മാസമായി താമസിച്ച് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എവിടെ പോയാലും ആറ്റിങ്ങലിൻ്റെ എവിടെ പോയാലും അവിടെയൊക്കെ കാണുന്നത് തിരുവനന്തപുരത്തെ CPM സഖാക്കന്മാരെയാണ്. അപ്പോൾ CPM സഖാക്കന്മാരെല്ലാം കൂടി ആറ്റിങ്ങലിൽ വന്ന് പ്രവർത്തിച്ചു. എന്തായാലും അവിടെ നമ്മൾ തോൽപ്പിച്ചു കൊടുത്തു, അതിലൊരാശ്വാസമുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് CPI പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, ഈ നാട് മുഴുവൻ തന്നെ ആദരിക്കുന്ന ഒരു മാന്യനായ കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തെ പോലും തോൽപ്പിക്കുന്നതിൽ ഇത്രയും സന്തോഷം കണ്ടെത്തുന്ന ഒരു പാർട്ടി ആണ് CPM. സ്വന്തം മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് ചെയ്തത്, അതിനു മുമ്പും ഇത് തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ട് CPIക്ക് തിരുവനന്തപുരത്തുനിന്ന് ഒരു MP ഉണ്ടാകരുത് എന്ന് ദൃഢവ്രതം എടുത്തിരിക്കുന്ന പാർട്ടി CPM ആണ്. അത് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരും ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ മുഴുവൻ CPIക്ക് പണി കൊടുക്കുന്നത് ഈ CPM ആണ്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ രീതിയാണ്. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ബൽറാം ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ച് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്ന് ഇടതുപക്ഷ ബുദ്ധിജീവികളെയും ഇടതുപക്ഷ ചിന്തകരെയും ഇടതുപക്ഷ സംവാദകരെയും ഇന്ന് ബാധിച്ചിരിക്കുന്ന വിഷയം. അതാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMൽ കമ്മ്യൂണിസം അവശേഷിക്കുന്നില്ല. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. പിണറായി വിജയനും കുടുംബവും നേതൃത്വം നൽകുന്ന ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സംവിധാനമായിട്ട് CPM മാറുകയും അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായിട്ട് പിണറായി വിജയൻ ഇരിക്കുകയും, പണ്ട് നമ്മുടെ MN വിജയൻ പറഞ്ഞതുപോലെ MD ആണ്, മാനേജിങ് ഡയറക്ടറാണ്, കോർപ്പറേറ്റ് സംവിധാനമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യ സമാനനായിരുന്ന പ്രൊഫസർ MN വിജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ എംപ്ലോയിഡ് പേഴ്സൺസ്, കൂലിക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറി. ഇവിടെ നേരത്തെ ചോദിച്ചില്ല എന്തുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടി അവശേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, സഹകരണ സംഘത്തിൽ ജോലി കൊടുത്ത് മാസാമാസം ശമ്പളം കൊടുക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരും പുറംവാതിലൂടെ നിയമിച്ച് മാസാമാസം ശമ്പളം കിട്ടുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഏരിയ കമ്മിറ്റി മെമ്പറായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് മാസാമാസം ശമ്പളം കിട്ടുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരും, അങ്ങനെ ശമ്പളം വാങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ എംപ്ലോയിഡ് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഐഡിയോളജി നഷ്ടപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. യൂജിൻ, ആഭ്യന്തര വകുപ്പിൽ അസംതൃപ്തനാണ് ശ്രേയാംസ് കുമാർ. പല ഘടകകക്ഷികൾ രാജ്യസഭാ സീറ്റിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ തൃപ്തരാണോ LDFൽ? ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വന്നത് ഞങ്ങൾ ഭിക്ഷയാചിച്ചിട്ടായിരുന്നു, ഞങ്ങൾ ആരുടെയും കാല് പിടിച്ചിട്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, CPMന്റെ ആരാധനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാറിന്റെ വസതിയിൽ ചെന്ന് നിരന്തരം അഭ്യർത്ഥിച്ചതിനാലും ഇടതുപക്ഷ മൂല്യങ്ങൾക്കൊപ്പം നിലനിൽക്കണമെന്നും ഇടതുപക്ഷ മുന്നണി രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് MP വീരേന്ദ്രകുമാറാണെന്നും അത്തരത്തിലുള്ള ഒരു പ്രിയപ്പെട്ട പരിസ്ഥിതി രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് ആചാര്യൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ ഭാഗമായി തീരണമെന്ന് അവർ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മൂല്യങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഞങ്ങൾ എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഐക്യ മുന്നണി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തീർന്നത്. പക്ഷേ നിർഭാഗ്യകരെന്ന് പറയുന്നത് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സീറ്റ് നിഷേധിക്കുന്നു. അന്ന് പറഞ്ഞൊരു ധാരണ
അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഞങ്ങളെ പരിഗണിക്കും, തരാമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച പോലും ഉണ്ടായില്ല. ഏകപക്ഷീയമായിട്ടാണ് പ്രഖ്യാപനം നടന്നത്. ഞങ്ങൾ പറഞ്ഞു ഉഭയകക്ഷി ചർച്ച വേണമെന്ന്. പിന്നീട് ഉഭയകക്ഷി ചർച്ചയുണ്ടായത് രണ്ടാമത്തെ കാര്യം. ലോക്സഭാ സീറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് വന്നു. 7 അസംബ്ലി സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണ് UDFന്റെ ഭാഗമായി. ഞങ്ങൾക്ക് ലഭിച്ചത് വെറും 3 സീറ്റുകൾ മലബാർ പ്രദേശത്ത് മാത്രം ഒതുക്കി നിന്നു. ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. തുടർന്നോളൂ. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഞങ്ങളുടെ അടക്കം വോട്ടുകൾ കൊണ്ട് അധികാരത്തിൽ വന്നു. എല്ലാവർക്കും മന്ത്രിസ്ഥാനം നൽകി, എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകി. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല. ഏതെങ്കിലും ഒരു ടൈമെങ്കിലും ഞങ്ങൾക്ക് തരേണ്ടതല്ല. എന്തുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നു? പ്രയാസകരമാണ്. മൊറേലി, ഈ തുറന്നു പറച്ചിലുകൾക്ക് പിന്നിൽ മടുത്തു എന്ന സന്ദേശമല്ലേ എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. നാളെ ഞങ്ങൾ മുന്നണി വിട്ട് മാറുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട, ആഗ്രഹിക്കും വേണ്ട. അതിന് ഞങ്ങൾ തയ്യാറാണ്. തുറന്നു പറഞ്ഞുകൊണ്ട് വലിയേട്ടൻ പാർട്ടിക്കുള്ളിൽ അവരുടെ സംവിധാനത്തിനുള്ളിൽ നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ബാധ്യതയാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പോരായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമല്ലേ ഇടതുപക്ഷ മുന്നണിക്ക് സംഭവിച്ചത്? അതിൽ ഒരുപാട് കാരണങ്ങൾ. ആ കാരണങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ട ശ്രേംസുകുമാർ സൂചിപ്പിച്ചത്. സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടെന്നാലും പറയൂ. ആഭ്യന്തര വകുപ്പിൽ പരാജയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഭരണപരമായുള്ള പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, തുറന്നു പറയുകയാണ്, ഞങ്ങളെ പരിഗണിക്കുന്നതേ ഇല്ല എന്ന് തുറന്നു പറയുകയാണ് ഒരു കൊച്ചു പാർട്ടിയുടെ നേതാവ് വന്ന്. ഈ ചങ്കൂറ്റം പിണറായിയുടെ പ്രവർത്തന ശൈലിക്ക് നേരെ CPM-നുള്ളിൽ ഒരാളെങ്കിലും പാർട്ടി ഫോറത്തിലെങ്കിലും ഉന്നയിച്ചിരുന്നുവെങ്കിൽ എന്നേ നന്നായനെ എന്ന് തോന്നുന്നില്ലേ? ചില ഘടകകക്ഷികൾക്ക്, അതൊക്കെ മാത്രമല്ല മറ്റു ചില ഘടകകക്ഷികൾക്ക് ചില അതിർത്തികളുണ്ട്. പലരെയും മന്ത്രിയാക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് തന്നിട്ടില്ല, മന്ത്രിയാക്കാൻ പറ്റിയിട്ടില്ല. കോർപ്പറേഷന്, ബോർഡ്, ഇതിനകത്തെല്ലാത്തിനകത്തും LDFിൽ പലർക്കും അതിർത്തിയുണ്ട്. എല്ലാ ഘടകകക്ഷികളെയും ഒന്നുപോലെ എടുത്തുകൊണ്ട് പലപ്പോഴും ഒരു മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. അവരുടെ കാര്യം അവർ പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്കൊരു MLA ഉണ്ടായിട്ട് ബാക്കി ഒരു MLA ഉള്ളവർക്ക് 2.5 വർഷം വെച്ച് കൊടുത്തു. അവർക്ക് അത് നൽകിയിട്ടില്ല. അതിനകത്ത് പോരായ്മയുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു സമയത്തിന് വലിയ പ്രസ്ഥാനമായിരുന്നു വീരേന്ദ്രകുമാറിന്റെ പ്രസ്ഥാനം. ഇന്ത്യയിൽ ഒരു വലിയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായിട്ട് നിലനിന്ന വീരേന്ദ്രകുമാറിന്റെ പ്രസ്ഥാനം MPയും MLAയും മന്ത്രിയും ഒക്കെയുള്ള വലിയ പ്രസ്ഥാനമായിരുന്നു. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. ഈ സഖാക്കൾ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞു. എല്ലാ ജില്ലയിലും അത് സംഭവിക്കും. കൊല്ലത്തുനിന്ന് തന്നെ CPIയുടെ പ്രവർത്തകര് മാവേലിക്കര മണ്ഡലത്തിൽ പോയി പ്രവർത്തിച്ചു. അവർ മാറി പ്രവർത്തിക്കാറുണ്ട്. CPM-ന്റെ CPIയുടെ പ്രവർത്തകർ അവരുടെ സഖാക്കൾ നിൽക്കുന്ന മണ്ഡലത്തിലേക്ക്, ഇവിടെ സുരേഷ് തന്നെ പറഞ്ഞൊരു ആർട്ടിക്കൽ ചാർജ് ആയിരുന്നു, അങ്ങനെ ചാർജ് കൊടുത്ത് കൂടുതൽ പ്രവർത്തകരെ അതാത് മണ്ഡലങ്ങളിലേക്ക് വിടാറുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ CPIയുടെ കാര്യത്തിൽ ഒരർഹത കുറവും കാണിച്ചിട്ടില്ല. അവർക്ക് 4 സീറ്റ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കൊടുക്കുന്നു, തോറ്റുപോകുന്നു. കൂടുതൽ പ്രാവശ്യം CPIയുടെ സീറ്റുകൾ തോറ്റുപോയിട്ടേ ഉള്ളൂ. കുറച്ച് പ്രാവശ്യം മാത്രമാണ് അവർ ജയിച്ചിട്ടുള്ളത്. എന്തോ അവർക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇപ്പോഴും അവർക്ക് 22 സീറ്റ് നിയമസഭയിൽ മത്സരിക്കാൻ കൊടുത്തു. അവർക്ക് MLA-മാരുണ്ട്, കൂടുതൽ മന്ത്രിമാരുണ്ട്. CPIക്ക് ഒരു അവഗണനയും LDF കിട്ടിയിട്ടില്ല. അവർക്ക് പരമാവധി സീറ്റ് നൽകുന്നുണ്ട്. അവർക്ക് കൂടുതൽ മന്ത്രിമാരുണ്ട്. ബോർഡും കോർപ്പറേഷനും എല്ലാം MLA-ക്ക് ആനുപാതികമായിട്ട് അവർക്ക് നൽകുന്നുണ്ട്. അതിനകത്ത് CPIക്ക് ആരും ഇതിലൊന്നും അതിർത്തിയില്ല. പിന്നെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം പറഞ്ഞു. രാജ്യസഭാ സീറ്റ് 2 സീറ്റേ വരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഇടുന്ന 2 സീറ്റാണ്. ആ 2 സീറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് CPIയുടെയും കേരള കോൺഗ്രസിന്റെയുമാണ്. കേരള കോൺഗ്രസ് മാണിക്കന്നത് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്ന് കോൺഗ്രസിനകത്തുണ്ടായ ആഭ്യന്തര കുഴപ്പത്തിന്റെ പേരിൽ അർഹതയില്ലാത്ത മാണിക്ക് അന്ന് ഉമ്മൻചാണ്ടിയും PJ കുര്യനും ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂവിന്റെ പേരിൽ ആ കോൺഗ്രസ്സുകാർ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അന്ന് എടുത്ത് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തതാണ്. അത് വേറൊരു കാര്യം. അതിന്റെ രാഷ്ട്രീയ പിന്നാമ്പക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ചർച്ചകളായിട്ടില്ല. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന ഉണ്ടാവും. ഒരു കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു, കേരള കോൺഗ്രസിനെ മധ്യ തിരുവിതാംകൂറിലും വിശേഷിച്ച് മലയോര മേഖലകളിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 2-3 ജില്ലകളിൽ അവർക്കുള്ള സാഹചര്യം ചെറുതൊന്നുമല്ല. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകളിലും
അവർക്ക് നല്ല സ്വാധീനമുണ്ട്. അതിന് ചെറുതായിട്ടൊന്നും ഞങ്ങൾ കാണുന്നുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ചെറുതായിരുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് LDF നിന്ന് ഈ കക്ഷികളൊക്കെ വിട്ട് UDF പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അനുമാനം. ഇന്ന് തന്നെ പറഞ്ഞാൽ MM ഹസൻ പറഞ്ഞു, KPC പ്രസിഡന്റ് പറഞ്ഞു, ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന്. അല്ല, അതിനവർ വാതിൽ തുറന്നെത്തിക്കും. യൂജിൻ മൊറേലിലേക്ക് പോവുകയാണ്. യൂജിൻ മൊറേലി, തിരുത്തി അതിനുള്ളിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്നും രാജിവെച്ചുവെന്നും ഒക്കെ പറയുന്നുണ്ട്. അല്ലെ, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊന്നല്ല ഇതിലെ പ്രശ്നം. ഇപ്പോ ആർക്കും വേണ്ടാത്ത 2 ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം കിട്ടിയിട്ട് ഓരോ വാക്കിലും അനിഷ്ടമുണ്ടല്ലോ. അങ്ങയുടെ ഓരോ വാക്കിലും അനിഷ്ടമുണ്ട്. ശ്രേയംസ് കുമാറിന്റെ വാക്കുകളിൽ അതൃപ്തിയുണ്ട്. ഈ അതൃപ്തിയൊക്കെ സഹിച്ച് എങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ തുടരുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെ തുടരാൻ വല്യേട്ടൻ പാർട്ടി അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അസംതൃപ്തി ഞങ്ങളുടെ മാത്രമല്ല, ജനത്തിനുണ്ടാകുന്ന അസംതൃപ്തി പരിശോധിക്കപ്പെടല്ലേ. ജനത്തിന് വലിയ അസംതൃപ്തിയാണ് ഉണ്ടായത്. വലിയ തോൽവിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇടതുപക്ഷ മുന്നണിക്ക്. അതിന്റെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കേണ്ടത്. അവിടെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. ആഭ്യന്തര വകുപ്പ് പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. തെറ്റുകൾ തിരുത്താൻ വേണ്ടി നമുക്ക് പറ്റണം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോയി ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത്. മറിച്ച് പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ന്യായീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള അപകടങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള കക്ഷികൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയും ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ യോഗം ചേരുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മുന്നണിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യപ്പെടും. മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമല്ലാത്ത ഒരു നിലപാടും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മുന്നണി ശക്തമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഒരുപാട് നാള് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് എക്കാലത്തും ഇങ്ങനെ ത്യാഗ മനോഭാവത്തോടു കൂടി എല്ലാവർക്കും ഒരുപോലെ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒരു അധികാരവുമില്ല, മന്ത്രിസ്ഥാനമില്ല, രാജ്യസഭയില്ല, മത്സരിക്കാൻ സീറ്റുകളില്ല, ഇടതുപക്ഷ മുന്നണിയിൽ പ്രത്യേക പ്രാതിനിധ്യങ്ങളൊന്നും തരാതിരിക്കുക, അത് ശരിയാണോ? ഇത് ജനം വിലയിരുത്തില്ലേ? ജനം ഇത് നോക്കി കാണുകയല്ലേ? അപ്പൊ അത്തരത്തിൽ ചില മാറ്റങ്ങൾ. ഈ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെച്ചത് ഒരു വലിയ താക്കീതാണ്. അല്ല, ഞങ്ങൾ രാജിവെച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. രാജിവെച്ചു എന്ന് പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന 2 ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്താതായപ്പോ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചതും ഞങ്ങൾ തിരിച്ചു തരാൻ തയ്യാറാണെന്ന് അവരെ അറിയിക്കുകയും അന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുക്കരുത്, നമുക്ക് കാര്യങ്ങൾക്ക് ആലോചിച്ച് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഉറക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന്. അപ്പൊ ഇനി എന്താണ് പ്ലാൻ? തീർച്ചയായിട്ടും ഉണ്ട്. അസംതൃപ്തി മാത്രമല്ല, ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്, വിഷമമാണ്. അതായത് ജില്ലയിൽ മാത്രമല്ല, പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ വരെ ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളില്ലാത്ത, ജില്ലയിൽ പോലും 5 ആള് തികയ്ക്കാനില്ലാത്ത ആളുകൾക്ക് ഇടതുപക്ഷ മുന്നണിയിൽ മന്ത്രിസ്ഥാനം നൽകുകയും അവരെ ഞങ്ങളോടൊപ്പം വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റുമോ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എത്ര നാൾ? കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും, ലോക്സഭ കഴിഞ്ഞു ഞങ്ങൾ സഹിച്ചു, അസംബ്ലി കഴിഞ്ഞു ഞങ്ങൾ സഹിച്ചു, മന്ത്രിസ്ഥാനം വിഭജിച്ചു ഞങ്ങൾ സഹിച്ചു, രാജ്യസഭ ഞങ്ങളുടെ കയ്യിലുണ്ടായത് കൊണ്ടുപോയി ഞങ്ങൾ സഹിച്ചു. എന്നിട്ട് ഇപ്പോഴും പറയുന്നു ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ സഹിച്ചു. എന്നും ഞങ്ങൾക്കിത് പറ്റുമോ? അതുകൊണ്ട് തിരുത്തണം. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ചർച്ചകൾ നടക്കണം. ഉഭയകക്ഷിക്ക് ചർച്ച നടക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലവിൽ നിങ്ങളെ ഒന്നും പരിഗണിക്കുന്ന ചർച്ച ഇടതു മുന്നണിക്കുള്ളിൽ നടക്കുന്നില്ലെന്നാണോ? അല്ല, അത് നടക്കില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ പറയുന്നില്ല. നടക്കും, തീർച്ചയായിട്ടും നടക്കും. മുന്നണിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആർജവമുള്ള നേതാക്കൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി ഈ തെരഞ്ഞെടുപ്പ് കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം നടത്താൻ സംസ്ഥാന സമിതി ഇടതുപക്ഷ മുന്നണിയുടെ വിളിച്ചു ചേർക്കണം.
എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കപ്പെടണം. യഥാർത്ഥ രീതിയിൽ ഓരോ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ പറയണം. അത്തരത്തിൽ കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നില്ല എങ്കിൽ മറിച്ച് അത് BJP ശരി, മാറ്റങ്ങൾ വന്നില്ല വന്നില്ലായിരുന്നെങ്കിൽ പാർട്ടി ആലോചിച്ച് വേണ്ടത്ര രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് അതാണ് എന്റെ ആദ്യ ചോദ്യം. അതായിരുന്നു എന്റെ ആദ്യ ചോദ്യം. സംവിധാനം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. CPM-നെ പോലെ തന്നെ 4 MP-മാർ ഇന്ത്യയിൽ ഉള്ള ഇപ്പൊ രാഷ്ട്രീയ കക്ഷിയാണ്. ഞങ്ങൾ അത്ര മോശമൊന്നുമല്ല. CPM-നേക്കാൾ കൂടുതൽ ജനപ്രതിനിധികൾ അസംബ്ലിയിൽ ഞങ്ങൾക്കുണ്ട്, കേരളത്തിൽ അല്ലെങ്കിൽ പോലും. അത്ര മോശമൊന്നുമല്ല. ഇവിടെ CPM-ന് 4 കക്ഷികൾ പ്രധാനപ്പെട്ട MP സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഉദാരമനസ്കോടുകൂടിയുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു മാന്യത ഇവിടെയും കാണിക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയ ആളും അതിന്റെ ആദ്യത്തെ കൺവീനർ പ്രിയപ്പെട്ട വീരേന്ദ്രകുമാർ ആയിരുന്നു. പ്രിയപ്പെട്ട V. വിശ്വംഭരൻ അതിന്റെ പ്രധാനപ്പെട്ട കൺവീനർ ആയിരുന്നു. ഞങ്ങളൊക്കെയും ഒരുപാട് ത്യാഗങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടത് തിരുത്തണം. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് തിരുത്തേണ്ടത് തിരുത്തണം, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം, എല്ലാവരെയും ഒരുപോലെ കാണണം. അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുണ്ട്, അതിലേക്ക് പോകേണ്ടി വരും എന്നങ്ങ് പറയുന്നു. കാണിച്ച ഒരു മര്യാദയാണ് കേരള കോൺഗ്രസിനോട് കാണിക്കണേ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്തോ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ അവർക്ക് സ്വാധീനം ഉണ്ടാകാം. അതിനേക്കാളും വലിയ സ്വാധീനം ഞങ്ങൾക്ക് മലബാർ പ്രദേശത്ത്, തൃശ്ശൂർ അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ട്. CPI-ക്കാളും ചില സ്ഥലങ്ങളിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം ഞങ്ങൾക്കുണ്ട്. ശ്രീ യുജിൻ മൊറേലി, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റ ചോദ്യം കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോന്നറിയില്ല. അതായത് പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ, തിരുത്തേണ്ട രീതിയിൽ തിരുത്തിയില്ലെങ്കിൽ, ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇനിയും തുടരുക അസാധ്യമാണെന്ന് അങ്ങയുടെ വാക്കുകളിലുണ്ട്. അല്ല, ഇങ്ങനെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ, തിരുത്തേണ്ടത് തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സംസ്ഥാന സമിതിയുണ്ട്, സംസ്ഥാന കൗൺസിലുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞു മറ്റു സംവിധാനങ്ങളും ഇന്ത്യയിൽ ഉണ്ടെന്ന്. എല്ലാം ആലോചിച്ച് കൂട്ടായിട്ടുള്ള പാർട്ടിയിൽ മാത്രമല്ല മറ്റു മുന്നണി സംവിധാനങ്ങൾ ഉണ്ടെന്ന സൂചനയും അങ്ങയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു നേരത്തെ. ഒരിക്കലും ആ രീതിയിൽ കരുതണ്ട. ഞങ്ങളിപ്പോ ഏതെങ്കിലും ഒരു 1, 2, 3 സ്ഥാനങ്ങൾ ശരി, സാങ്കേതിക തടസ്സം ഇടയ്ക്കിടെ ഉണ്ടായിട്ട് പോലും അങ്ങയോട് തന്നെ ചോദ്യങ്ങൾ ആവർത്തിച്ചത് വളരെ പ്രസക്തമായത് ചിലത് പറഞ്ഞു എന്നതുകൊണ്ടാണ്. വളരെയധികം നന്ദി യുജിൻ മൊറേലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ ആവലാതി അസ്വസ്ഥതയല്ലാതെ മറ്റെന്താണ്? അസ്വസ്ഥത ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. CPM-ന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന നേതാവ് എമേർജ് ചെയ്ത് വരുന്ന സമയത്ത് ഏതൊക്കെ രീതി നാട്ടിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ നാട്ടിച്ചിട്ടാണ് കോഴിക്കോട് സീറ്റ് പിടിച്ചെടുത്തത്. സത്യം പറയാം, ആ കോഴിക്കോട് സീറ്റ് പിടിച്ച് വയനാട് മത്സരിക്കാൻ അവർ മത്സരിച്ചില്ല. അങ്ങനെയാണ് UDF-ന്റെ കൂടെ. അന്ന് അവർക്ക് ഭയങ്കര ശക്തിയായിരുന്നു. കാരണം വടക്കേറ്റ് ബാലുശ്ശേരി, എനിക്ക് ബാലുശ്ശേരി സത്യത്തിൽ രാഘവേട്ടനെ ജയിക്കാൻ അങ്ങനെ വരും, പിന്നെ ലീഗും കത്ത് പണിയെടുത്തോണ്ടാണ്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അടുത്ത പിന്നെ മോഹൻ മന്ത്രിയായി. അതിന് 2014 നിയമസഭ ഇലക്ഷൻ UDF സെറ്റപ്പിന്റെ ഭാഗമായിട്ടല്ലേ മത്സരിച്ചത്. അന്ന് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. അത് ഈ 2014 തോന്നുന്നു പിണറായി വിജയനും പിന്നെ കോടിയേരിയും ഒക്കെ ഇവരിങ്ങോട്ട് വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് അന്ന് നടന്നില്ല. അവരെ കൂടെ നല്ലൊരു വിഭാഗം ആളുകളും എനിക്ക് അത്യാവശ്യം ബന്ധമുള്ള പരിചയങ്ങളുള്ളവർക്ക് അത് LDF-ന്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചിട്ട് പോലും 3 മിനിറ്റ് മാത്രമാണുള്ളത്. 3 പേരോടും ഓരോ ചോദ്യം ചോദിക്കാനുള്ളത് കൊണ്ടാണ്. ഫക്രുദ്ദീൻ അലിയോട് തന്നെ, അതായത് ഇനിയിപ്പോൾ മന്ത്രിമാരെ ചിലപ്പോൾ മാറ്റി ഒന്ന് മുഖം മിനുക്കിയേക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിലൊക്കെ തീരുമോ LDF-ന് ഇപ്പോഴുണ്ടായ ക്ഷീണം? വളരെ ഇത് CPM ആണ്, പിന്നെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇത്തരത്തെ കാല ബോധ്യമാണ് അദ്ദേഹത്തെ ഇവിടം വരെ എത്തിച്ചത്. അതിങ്ങനെ ഇലക്ഷൻ കൊണ്ട് അദ്ദേഹം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ബലദേവ സച്ചിദാനന്ദൻ, മാറ്റങ്ങൾ വരുത്തണമെന്ന് അനിവാര്യമായി തോന്നിയാൽ മാറ്റും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. തിരുത്തലുകൾ വേണ്ടത് തിരുത്തും. പക്ഷെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ആ പ്രവർത്തന ശൈലിയിൽ തന്നെയായിരിക്കും ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇവിടെ 5-6 സീറ്റ് തോറ്റു എന്നുള്ളത് കൊണ്ട് പ്രവർത്തന ശൈലി പാടെ അങ്ങ് മാറണമെന്നൊന്നുമില്ല. എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്
പോരായ്മകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് മുന്നണിയിൽ ചർച്ച ചെയ്ത് അത് തിരുത്തും. അഡ്വക്കേറ്റ് സുരേഷ്, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു കാലത്ത് EK നായനാരാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, മതേതരത്വ ഈ ഏതൊരു വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടാതെ ഇടതുപക്ഷ മതേതര സർക്കാർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ബലം പിടിച്ച് അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കിയ ഒരു പാരമ്പര്യം ഇടതുപക്ഷത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പല നിർണായകമായ വിഷയങ്ങളിലും തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടെടുത്ത EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നിലപാടുകൾ നമുക്കറിയാം. അത് കോമൺ സിവിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പഴയ 1989 ഷബാനോ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ഒക്കെ തത്വാധിഷ്ഠിതമായിട്ടുള്ളൊരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇടതുപക്ഷം എന്ന് പറയുന്നത് അവസരവാദ പക്ഷമായിട്ട് മാറുകയും അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തത്വങ്ങളും അജണ്ടയുമാണ് ഇടതുപക്ഷത്തിൻ്റെ അജണ്ട എന്ന രീതിയിൽ മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നേരത്തെ RJDയുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ പറഞ്ഞ വിഹുലകളും അതോടൊപ്പം തന്നെ വേവലാതികളുമൊക്കെ ഓരോ ഘടകകക്ഷികൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ INL-നെ സുഖിപ്പിക്കേണ്ടതും INL-നെ സംരക്ഷിക്കേണ്ടതും പറ്റുമെങ്കിൽ IUML-നെയും കുഞ്ഞാലിക്കുട്ടിയെയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ സമയത്ത് ഇങ്ങനെ സോഷ്യലിസ്റ്റ് മനോഭാവവും പാരമ്പര്യവും ഒക്കെ ഉള്ള ആൾക്കാരെ കൂടെ നിർത്തുന്നത് വേസ്റ്റാണ് എന്ന് CPM അതുകൊണ്ട് ഈ മുന്നണി സംവിധാനങ്ങളുടെ തകർച്ചയുടെ ആരംഭമാണ്. കേരളത്തിൽ തുടരുന്ന ഇടത് വലത് മുന്നണികളുടെ തകർച്ചയുടെ ആരംഭമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് BJPയുടെ ഒരു MP ജയിച്ച് ഒരു എമർജ് ചെയ്യുന്ന ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ പത്തനംതിട്ടയിലെ ഏരിയ കമ്മിറ്റി അംഗം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതാരും മറന്നിട്ടുണ്ടാവില്ല. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന്. അത് രാജു എബ്രഹാമിൻ്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയ പോസ്റ്റായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാർട്ടിയെ പരിഗണിക്കാത്ത പലതും സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അയാളുടെ പോസ്റ്റ്. എല്ലാ മേഖലകളിലും പാളിയൊരു സ്ഥാനാർത്ഥി നിർണയം, പ്രചാരണ രീതികൾ, എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചോ അതൊക്കെ പാളിപ്പോയെന്ന ഓർമ്മപ്പെടുത്തൽ, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുകക്ഷികൾക്കും ഉണ്ടായതെന്ന് ഓർക്കണം. ഏതായാലും 18 സീറ്റ് നേടിയ കോൺഗ്രസിനെ നോക്കി CPM ഇപ്പോൾ പറയുന്നത് തൃശ്ശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചത് കൊണ്ടല്ലേ സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ്. അപ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 1.5 ലക്ഷത്തോളം വോട്ടുകൾ ഇടതിന് നഷ്ടപ്പെട്ടെന്ന കാര്യം അവർ ഓർക്കുന്നേയില്ല. ഇങ്ങനെയാണോ തിരുത്തേണ്ടത്? വളരെയധികം നന്ദി അഡ്വക്കേറ്റ് S. സുരേഷ്, ഫക്രുദ്ദീൻ അലി, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനൊപ്പം ചർച്ചയ്ക്കിടയിൽ പങ്കുചേർന്ന യൂജിൻ മൊറേലി LJD നേതാവ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.